ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ മാറി വെയിലും ചൂടും വന്നു തുടങ്ങിയാൽ നിറയെ പൂവിടുന്നൊരു ചെടിയാണ് ബൊഗെയിൻവില്ല. അപ്പോൾ ഇന്ന് ബൊഗെയിൻവില്ലയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എനിക്ക് കുറച്ച് ബൊഗെയിൻവില്ലകൾ ഉള്ളതാണേ ഈ കാണുന്നത്. കുറച്ച് പുറകോട്ട് മാറി നിന്ന് നോക്കിക്കേ. ഈ കളറുകളെല്ലാം കൂടി ഇങ്ങനെ മഞ്ഞയും റോസും വെള്ളയും അങ്ങനെ പല കളറുകളെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. നമുക്കുള്ള കുറച്ച് ബൊഗെയിൻവില്ലകളാണിത്. അപ്പോൾ ഇവിടെ കുറച്ചെണ്ണം ഉണ്ട്. പിന്നെ അങ്ങോട്ട് മാറി കുറച്ച് ഫയറോപ്പാലിൻ്റെ ഇനങ്ങളും കൂടെ ഉണ്ട്. ഇത് വേറൊരിനത്തിൽപ്പെട്ടതാണേ. നമ്മുടെ ബൊഗെയിൻവില്ലയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളാണുള്ളത്. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. കണ്ടോ, പൂക്കൾ ഇതുപോലെ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് നമുക്ക് പൂക്കളുടെ അളവ് കൂട്ടിയെടുക്കണം. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൽ ഒരു പൂവ് പോലും ആയിട്ടില്ല. അപ്പോൾ ഇതിലും നമുക്ക് പൂക്കളാക്കിയെടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ആരോഗ്യമില്ലാത്ത പോലെ വളർന്നു നിൽക്കുന്നതാണേ. ഇത് ആരോഗ്യമില്ലാത്തതല്ല, ഈ ഇനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫയറോപ്പാലിൻ്റെ നമ്മളുടെ ചെടികളിൽ നിന്ന് കമ്പൊടിച്ചു കുത്തി വളർത്തിയെടുത്തിരിക്കുന്നതാണ്. ഇവരിങ്ങനെ താഴേക്ക് നിൽക്കുന്ന ഏകദേശം ഒരു ഹാങ്ങിങ് ടൈപ്പ് പോലെയുള്ള ബൊഗെയിൻവില്ലകളുടെ തൈകളാണ്. അപ്പോൾ ഇവർക്ക് പൂക്കളാകാനുള്ള ഒരുക്കമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇളം ഇലകളിൽ നിറം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ബൊഗെയിൻവില്ലകൾക്ക് പൂക്കൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പുതിയ തളിർപ്പുകളിലാണ്. അപ്പോൾ ഇവർക്ക് പുതിയ തളിർപ്പുകൾ വരുത്താൻ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ നീണ്ടു വരുന്ന കമ്പുകളുണ്ടല്ലോ, അവരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയും. ഇങ്ങനെ ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്യുന്നതിന് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് ഇവിടെ വെച്ച് മുറിച്ചു. അതുപോലെ ഈ നീണ്ടു പോകുന്ന കമ്പിനെയും നമ്മളിങ്ങനെ ഇവിടെ വെച്ച് മുറിച്ചു. ഈ മുറിച്ചെടുക്കുന്ന കമ്പുകൾ നമുക്ക് ഇതുപോലെ പുതിയ തൈകളാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടോ, അപ്പം ഞാനിത് ഇതിനെല്ലാം അത്യാവശ്യം ഒന്ന് കണ്ടമാനം ഹാർഡ് പ്രൂണിങ് ചെയ്യുമല്ല, അത്യാവശ്യം നമ്മളിതൊന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്തെടുത്തു. ഇനി പ്രൂൺ ചെയ്തെടുത്താൽ മാത്രം പോരാ, പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് വളം കൊടുക്കണം. അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവരുടെ വളക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടു. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചിടാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി എടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് എല്ലുപൊടിയാണേ. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഇത് റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നതാണേ. റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നല്ലവണ്ണം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഫോസ്ഫേറ്റും കൂടെ ഇതിനകത്തേക്ക് ചേർത്തു. നമുക്കൊന്ന് പൊടിച്ചിടാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് എപ്സം സോൾട്ടാണേ. അതിൻ്റെ ഒരു 2 സ്പൂണ്. ഇനി ഇതിനെ നമുക്കിതൊന്ന് നല്ല പോലെ കൂട്ടി ഇളക്കി ചേർത്തെടുക്കണം. അപ്പോൾ എല്ലുപൊടി ആയാലും റോക്ക് ഫോസ്ഫേറ്റ് ആയാലും കുറേശ്ശെ എടുത്താൽ മതി. ചാണകപ്പൊടിയാണ് നമ്മളിതിനകത്ത് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് ചെടികളിൽ പൂക്കൾ കൂടാനും അതുപോലെ തന്നെ ചെടിയിലെ പച്ച നിറം കൂടാനും ഒക്കെ സഹായിക്കുന്നതാണ് എപ്സം സോൾട്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വളമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടി എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് പതുക്കെ കുത്തി ഇളക്കണം. അവരുടെ വേരുകളൊന്നും അങ്ങനെ, ഇത് ചെറിയ ചെടിയാണല്ലോ, അപ്പോൾ ചെറിയ വേരുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം പൊട്ടിപ്പോകാനൊന്നും ഇടയാകരുത്. അപ്പം നമ്മൾ ഈ മണ്ണ് പതുക്കെ ഒന്ന് ഇളക്കി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മിക്സ് ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് വളക്കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഇനി മണ്ണെടുത്ത് മൂടാനില്ലാത്ത കൊണ്ട് നമുക്ക് കുറച്ച് പുതിയ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കണേ. ഇത് നമ്മൾ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇതൊന്ന് നല്ല പോലെ മൂടിക്കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ മൂടിക്കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം. ഏത് വളപ്രയോഗം ചെയ്യുമ്പോഴും വളം ചെയ്താലുടനെ ചെടിയുടെ ചുവട് നല്ലതുപോലെ നനച്ചു കൊടുക്കണേ. പക്ഷേ ബൊഗെയിൻവില്ലകൾക്ക് നനവ് കൂടിയാൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൊഗെയിൻവില്ലകളെ വളർത്തുമ്പം ഒന്നിരാടൻ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു നേരം മാത്രമോ ആണ് വെള്ളം കൊടുക്കുന്നത്. ബൊഗെയിൻവില്ലകളിൽ
പൂക്കൾ കൂട്ടിയെടുക്കാൻ നമ്മളൊരു കിടിലൻ വളം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനിത് മുമ്പേ കാണിച്ചു തന്ന ചെടിയാണ്. ഇതിൽ പൂക്കളൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ ഇതിന് മുന്നേ ചെയ്തതുപോലെ ഇതിൻ്റെ തളിരിലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവരിങ്ങനെ വളർച്ച നിന്ന പോലെ നിൽക്കുന്നതാണ്. അതായത് ഇനി ഉടനെ പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു രീതിയിലുള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ തളിർപ്പുകളെല്ലാം നമ്മൾ വെട്ടി മാറ്റാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കാടും പുല്ലും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് മാറ്റിയേക്കാം. കാരണം ഈ കളകൾ നിൽക്കുന്നത് എപ്പോഴും ചെടിയുടെ ചുവട്ടിലെ വളമെല്ലാം വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇതിൽ പൂക്കൾ ഉണ്ടാകാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ കാടും അതുപോലത്തെ സാധനങ്ങളൊക്കെ പറിച്ചു മാറ്റിയതിന് ശേഷം ഇതിന് ഞാൻ ചെയ്യുന്നത് വ്യത്യസ്തമായൊരു വളമാണ്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കും. നല്ലോണം തറഞ്ഞിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ പുല്ലിൻ്റെയൊക്കെ വേരുകളെ മാറ്റിക്കളയാനും പറ്റും. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുവടൊന്ന് നല്ല പോലെ ഇളക്കി. ഇനി നമുക്ക് വളം എടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂക്കളുടെ എണ്ണം കൂട്ടാനും ഇതുപോലെ പൂക്കാതെ നിൽക്കുന്ന ചെടികളെ പൂപ്പിച്ചെടുക്കാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളമാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ പറമ്പിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ജൈവ സ്ലറി എന്താണെന്ന് അറിയാൻ മേലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ജൈവ സ്ലറി കാണിക്കാവേ. കണ്ടോ? നല്ല പാകത്തിനായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് ഇളക്കിയിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് വളം നമ്മൾ എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ദേ ഇതും കൊണ്ട് മുക്കിയെടുക്കാം. ഞാൻ ദേ ഒരു ബക്കറ്റ് ഇതിനകത്തുനിന്ന് എടുക്കുവാണേ. കണ്ടോ? നമ്മൾ കൊണ്ടുവന്ന ജൈവ സ്ലറി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി നമുക്ക് മട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കലക്കി ഒഴിക്കാം. ഇനി ഇതിനകത്ത് നിറയെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു 5 ഇരട്ടി വെള്ളം വരെയായിട്ട് മാറും. ഇത് നിറച്ചതിന് ശേഷം കാണിക്കാം. നല്ലതുപോലെ നേർപ്പിച്ചെടുത്ത് മാത്രമേ ഈ വേനൽക്കാലം പോലെയുള്ള സമയങ്ങളിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. 5 ഇരട്ടിയോ അതിലേറെയോ നേർപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ദേ ഈ ബക്കറ്റ് നിറയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ നല്ല പോലെ ദേ കണ്ടോ, ഇതേപോലെ നമ്മൾ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇനി നമ്മൾ ഈ വളം ഇതുപോലെ ചുവടൊക്കെ ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. പൂക്കൾ ഉണ്ടാകാറായ ചെടികളിൽ അല്ലെങ്കിൽ പൂക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഈ ഒരൊറ്റ വളം നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്കതൊരു 10 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമ്മൾ ഇതിനൊരു 2ഓ 3ഓ പ്രാവശ്യം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ വളത്തിൻ്റെ ഗുണവും പൂക്കളുടെ എണ്ണത്തിലുള്ള കൂടലും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇതുപോലെ വളമൊക്കെ കൊടുത്താലും വെള്ളമൊക്കെ കൊടുത്താലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മളിവരെ വളർത്താൻ. എങ്കിൽ മാത്രമേ ചെടി നന്നായി വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബൊഗൈൻ വില്ലകളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് കണ്ടു തുടങ്ങാവേ. അപ്പോൾ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പം ഇത് കണ്ടോ, സാധാരണ സമയത്തിന് മുന്നേ തന്നെ പൂത്ത ഒരു പൂന വെറൈറ്റിയിലുള്ള ബൊഗൈൻ വില്ലയാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഉണ്ടായി നിൽക്കുന്ന പൂക്കളുണ്ടല്ലോ, ആ പൂക്കളൊക്കെ നമുക്കങ്ങ് മുറിച്ച് കളയാം. അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ഈ ചെറിയ തലപ്പുകളും കൂടെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ വേഗന്ന് കിളിപ്പുകൾ ഉണ്ടാകുകയും അങ്ങനെ ഉണ്ടാകുന്ന പുതിയ കിളിപ്പുകളിലാണ് ബൊഗൈൻ വില്ലയുടെ പൂക്കളുണ്ടാകുന്നത്. അപ്പം ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് മുറിക്കുവാണ്. കണ്ടോ? അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഈ ഉണങ്ങിയ പൂക്കളെല്ലാം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പൂ ഉള്ള ഭാഗം ഞാൻ കളഞ്ഞില്ല, കാരണം കുറച്ച് പൂ നിൽക്കട്ടെ, അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതലും കയറി വന്നോളും. പിന്നെ ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള ബൊഗൈൻ വില്ലയുടെ പൂക്കളാണ്. ഇതും അതുപോലെ തന്നെ പൂക്കളാകാതെ നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത വളമില്ലേ, അത് ഇതിന് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൽ പൂക്കൾ വന്ന് നിറയും. ഇത് കണ്ടോ, അതുപോലെ ഇതൊരു മഞ്ഞ നിറത്തിലുള്ളതാണ്. പൂക്കളുണ്ടായി തുടങ്ങുവാണ്. അതുപോലെ ഇത് കണ്ടോ, ഇത് പിന്നെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ചെറിയ ഇനമാ, സൈസ് കുറവുള്ള ഒരു ഇതിനേക്കാൾ ഡാർക്കായിട്ടുള്ള ഒരെണ്ണം ഞാൻ കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് അതേ ഇനം തന്നെയാണ്, പക്ഷേ ഡാർക്ക് കളറാണ്, കുറച്ചും കൂടെ കളറ് കൂടുതലാണ്. അതുപോലെ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് പൂക്കൾ വന്നിട്ട് കൊലയായിട്ട് മാറുന്നതാണ്.
ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പിങ്ക് കളറാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് കണ്ടോ. എന്നാൽ ഇതൊക്കെ നേരത്തെ പൂക്കൾ വന്നിട്ട് ഉണങ്ങിപ്പോയതാണ്. ഇപ്പം നമ്മൾ ബൊഗെയിൻവില്ലയിൽ എപ്പോഴും ഇതുപോലെ ഉണങ്ങിയ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ മുറിച്ച് കളഞ്ഞോണം. എങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പുതിയ തളിപ്പുകൾ വന്നിട്ട് നിറയെ പൂക്കളാത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല സൂപ്പർ കളറാണ്. പക്ഷേ പൂ വിരിഞ്ഞങ്ങ് കണ്ടമാനം ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ കളറൊരു പിങ്ക് പോലെ തന്നെ വരുവേ. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇത് കണ്ടോ. ഈ രണ്ടെണ്ണത്തിനേക്കാൾ ഡാർക്കാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതപ്പോൾ ഇതുപോലെ ഈ ഉണങ്ങിയതൊക്കെ ഞാൻ അങ്ങോട്ട് പറിച്ച് കളഞ്ഞിട്ട് കാണിക്കാവേ. ഇത് ഇങ്ങനെ പറിച്ച് നമ്മൾ ചെടിയുടെ ചോട്ടിലോട്ട് തന്നെ ഇട്ടാൽ മതി. അവർക്കൊരു തണലും വളവും ആകുകയും ചെയ്യും, നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഇച്ചിരി താത്ത് വെച്ചിട്ട് മുറിക്കാം. ഇത് കണ്ടോ, ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ അതിനകത്ത് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ടോ വെളുത്ത നിറത്തിലുള്ള പൂക്കളും കൂടെ ഉണ്ടാകും കണ്ടോ. അതായത് ലൈറ്റ് റോസിൻ്റെ കൂടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഇത് കണ്ടോ, കട്ടയായിട്ട് വരുന്ന വൈറ്റാണേ. അതുപോലെ ഈ പൂ കണ്ടോ, ഇതൊന്ന് പ്രത്യേകം കാണാനുള്ളതാണ് കേട്ടോ. ഇതേ വെള്ള നിറത്തിലുള്ള പൂവുണ്ട്, പിങ്ക് നിറത്തിലുള്ള പൂവുണ്ട്, അതിനൊപ്പം ബ്രൗൺ നിറത്തിലുള്ളതുണ്ട് കണ്ടോ. ഇങ്ങനെ 3 നിറത്തിലുള്ള പൂക്കളും തണ്ടിൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് സാധാരണ ചെടികളെക്കാളും ഇപ്പോൾ ഫൈറോപ്പാലൊക്കെ ഇല്ലേ, അതിനേക്കാൾ കുറച്ചും കൂടെ വലുതാകുന്ന ഇനം ഒരു ബൊഗെയിൻവില്ലയാണിത് കേട്ടോ. കണ്ടോ, അത് ഇങ്ങോട്ടുള്ള കമ്പയിലും ഉണ്ട്. അത് നമ്മൾ എത്ര മുറിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് നീണ്ടു വന്നിട്ടേ പൂക്കളുണ്ടാകത്തുള്ളൂ. കണ്ടോ, ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളും അതിനൊപ്പം നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള പൂക്കളുമാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടോ, അത് പക്ഷേ ഓറഞ്ചും ചെറിയൊരു മഞ്ഞ കൂടെ ചേർന്നിട്ടുണ്ട്. അതേസമയം ഇതങ്ങനെയല്ല, നല്ല തനി ഓറഞ്ച് തന്നെയാണ്. മാത്രമല്ല ഈ പച്ച ഇലകൾക്കിടയിൽ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെളുത്ത ഇലകളും കൂടെ വരുമ്പം നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഇതിലേക്ക് വരുമ്പം ഇത് കണ്ടോ, കമ്പയിലിങ്ങനെ ചേർന്ന് നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ബൊഗെയിൻവില്ലയാണ്. അതേസമയം ഇത് കണ്ടോ, അത്ര വലിപ്പം ഇല്ലാത്തതാണ്, പക്ഷേ നിറയെ പൂക്കൾ പിടിക്കുന്ന വേറൊരു വെറൈറ്റിയാണ്. പല വെറൈറ്റികളുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ മുമ്പേ നിങ്ങളെ ഒരു 3 തരത്തിലുള്ള പൂക്കൾ കാണിച്ചില്ലേ. ഒരു പീച്ച് പോലെ, അതുപോലെ ചെറിയ പിങ്ക്, ഡാർക്ക് പിങ്ക്, അതിൻ്റെ വൈറ്റാണ് ഇത് കണ്ടോ. ഇത് വേറൊരു വെറൈറ്റി കേട്ടോ. അത്ര സർവ്വസാധാരണമായിട്ട് കാണുന്നതല്ല, പിച്ചിക്കീറിയതുപോലെയുള്ള പൂക്കളായിരുന്നു കണ്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, കൂടുതലുണ്ടാകുമ്പോൾ നല്ലതാണ്. അതിൻ്റെ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. മാത്രമല്ല ചെറുതായിട്ടൊരു വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ഇലകൾ ചെറുപ്പവുമാണ്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ രണ്ടുപേരുടെയും കളർ കണ്ടോ. ഇത് ഫൈറോപ്പാൽ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് ഗോൾഡൻ ആണ്, ഇത് ചില്ലി റെഡ് ആണ്. ഇതിൻ്റെ ഒരു പൂവേ ഉള്ളൂ, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം പൂക്കൾ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനിത് മുറിച്ച് കളയാത്തത്. അതുപോലെ ഫൈറോപ്പാലിൻ്റെ തന്നെ മഞ്ഞ നിറത്തിലുള്ളതാണ്. ഫൈറോപ്പാലിൻ്റെ ബീട്രൂട്ട് റെഡ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇന്നെടുത്തപ്പോൾ അതിനെന്തോ കാരണവശാൽ അത് വെള്ളം കിട്ടാതെ, ഇതെല്ലാം കൂടെ കൂടിയിരിക്കല്ലേ, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പം കിട്ടാതെ പോവും. അങ്ങനെ ഇത് വാടിയിരുന്നിട്ട് ഞാനിത് കൊണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് വേറൊരു വെറൈറ്റി കേട്ടോ, ഞാൻ അധികം എങ്ങും കണ്ടിട്ടില്ലാത്തതാണ്. അവരിതിന് പറയുന്ന പേരെന്നാണെന്നറിയോ, സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇങ്ങനെ ഉള്ളതാണോ പേരെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ മീനുകൾക്കൊക്കെ ഉണ്ണിമേരി എന്നൊക്കെ പറയുമല്ലോ. ഇത് കണ്ടോ, പക്ഷേ പൂക്കൾ വിരിയത്തില്ല കണ്ടോ, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരിതിനെ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ഫൈറോപ്പാലിൻ്റെ ഇനത്തിലുള്ളതാണ്. ഞാൻ ആ വൈൻ റെഡ് കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് ബീട്രൂട്ട് റെഡ് ആണ്. എന്തോ കാരണവശാൽ അത് വാടിപ്പോയിട്ട് ഞാൻ വെള്ളത്തിലിറക്കി വെച്ചിരിക്കുവാണേ. അപ്പോഴേ ഇതിൻ്റെ ഇലകളൊക്കെ നിവർന്ന് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നിറയെ പൂക്കൾ നിൽക്കുന്നത് കണ്ടിട്ട് നല്ല സന്തോഷമായില്ലേ. അപ്പം ബൊഗെയിൻവില്ലയുടെ വീഡിയോ ഞാൻ ഇന്നത്തേത് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ലൈക്ക് ഇടാൻ പ്രത്യേകിച്ച്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.